ദൈവത്തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കൊരിക്കൽ കൂടെ ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ കേൾക്കുവാൻ കർത്താവ് നൽകിയ ഈ നല്ല സാവകാശത്തിനായി, അവസരത്തിനായി, ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. സമയമൊട്ടും നഷ്ടപ്പെടുത്താനില്ലാത്ത, എന്നാൽ ലഭിക്കുന്ന ഒരു സെക്കൻഡെങ്കിലും വളരെ ഫലപ്രദമായി വിനിയോഗിക്കേണ്ട ഒരു അനുഗ്രഹിക്കപ്പെട്ട സബ്ജക്റ്റാണിന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ആ ഒരു വലിയൊരു എക്സ്പീരിയൻസ് നമുക്ക് അനുഭവിക്കാൻ, ആ ഒരു ഫീൽ ഉണ്ടാകാൻ തക്കവണ്ണം കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ മെസ്സേജ് വളരെ വ്യത്യസ്തമായൊരു ടൈറ്റിലാണ്, കം ഹോളി സ്പിരിറ്റ്. നമ്മളെന്നും സംസാരിക്കാൻ പോകുന്ന ആ ടൈറ്റിലാണ് എപ്പോഴും ഇടാറ്. നമ്മൾ എന്താണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്? എന്നാൽ ഇന്ന് നമ്മുടെ ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഒരു ദാഹമാണ് ഇന്നത്തെ ടൈറ്റിൽ ആയിട്ടിട്ടിരിക്കുന്നത്, കം ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഉള്ള പ്രത്യേകതകൾ എന്താണ്? ഇതൊക്കെ കവർ ചെയ്യാൻ ഇന്ന് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടും വളരെ താല്പര്യത്തോടും കൂടെ നിങ്ങൾ അതാത് സ്ഥലങ്ങളിലായിരിക്കുമെങ്കിൽ ഇന്നത്തെ ഈ ടൈറ്റിൽ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ സംഭവിക്കും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വിസിറ്റേഷൻ ഉണ്ടാകണമെന്ന്, അങ്ങനെ ഒരു വിസിറ്റ് ഇന്ന് നടക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ടൈറ്റിലിൽ പരാമർശിച്ചിരിക്കുന്ന നാമത്തിൻ്റെ ഒരു സന്ദർശനം, ഇന്ന് ഈ ടൈറ്റിലിൽ പറഞ്ഞിരിക്കുന്ന ആ വ്യക്തിത്വത്തിൻ്റെ സന്ദർശനം എൻ്റെ ലൈഫിലുണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എത്ര പേർ അത് ആഗ്രഹിക്കുന്നു? ഈ മീറ്റിങ്ങിൻ്റെ അവസാനമല്ല ആ സന്ദർശനം. ഇപ്പോൾ കൊതിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും അത് ആരംഭിച്ചു തുടങ്ങും. ഈ മെസ്സേജിൻ്റെ അവസാനമല്ല ആ സന്ദർശനം. കൊതിക്കുന്നവരുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് മുതൽ ആ സന്ദർശനങ്ങൾ ഉണ്ടായി തുടങ്ങും. നിങ്ങൾ കരുതരുത്, വചനം വായിച്ച് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുത്ത് അവസാനം കണ്ണടച്ച് പ്രാർത്ഥിപ്പിച്ച് അന്നേരമാണ് പരിശുദ്ധാത്മാവ് വരുന്നതെന്ന്. കൊതിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഇപ്പോൾ മുതൽ ആ സാന്നിധ്യം അനുഭവിച്ചു തുടങ്ങും. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് പുതുനിയമ സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടൊരു പകർച്ചയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 33-ാമത്തെ അതിൻ്റെ 2-ാമത്തെ അധ്യായം, അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 33-ാമത്തെ തിരുവചനം നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാമത്തെ അധ്യായം 33-ാമത്തെ വാക്യം. അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു. അപ്പോസ്തലന്മാരുടെ ഒരു സാക്ഷ്യം പരിശുദ്ധാത്മാവിനെ വാങ്ങിയതാണ്, പരിശുദ്ധാത്മാവിനെ പകർന്നതാണ്. 2 സാക്ഷ്യങ്ങൾ യോഹന്നാനും 2 സാക്ഷ്യങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ ഇവിടെ പറയുന്നു. നിങ്ങൾ ഈ കണ്ടത് ഞങ്ങളിലൂടെ നടക്കാൻ കാരണം അവൻ ദൈവത്തിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പിതാവിൽ നിന്ന് വാങ്ങി എന്നിലേക്കും ചെയ്യുന്ന എന്നിലേക്കും കാണുന്ന നമ്മിലേക്കും പകർന്നു തന്നു. അപ്പോൾ ഒന്ന്, ഇത് വാങ്ങിയതാണ്. ആര് നിമിത്തം? കർത്താവായ യേശു നിമിത്തം. 2,
ഇത് പകർന്നതാണ്. പകരുന്നതേ വാങ്ങാൻ പറ്റുകയുള്ളൂ, നൽകുന്നതേ വാങ്ങാൻ പറ്റുകയുള്ളൂ, കൊടുക്കുന്നതേ വാങ്ങാൻ പറ്റത്തുള്ളൂ, പകരാവുന്നതേ നമുക്ക് സ്വീകരിക്കാൻ കഴിയത്തുള്ളൂ. യേശു ഇന്ന് നമ്മെ നോക്കി ആഗ്രഹിക്കുന്ന കാര്യം, സൗഖ്യം നീ വിശ്വസിച്ച് വാങ്ങിയില്ലെങ്കിലും പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വിശ്വസിച്ച് വാങ്ങിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഖ്യങ്ങൾ താനേ നടക്കും. എന്താണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്ര കണ്ട് അത്യാവശ്യമായത് എന്നുള്ളത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. നിത്യജീവനെ ഉളവാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നിത്യജീവനെ ഉളവാക്കണമെന്നുണ്ടെങ്കിൽ ഒരു വിത ഒരു മനുഷ്യന്റെ ആത്മാവിൽ ആവശ്യമാണ്. ഒരു വിത ഒരു മനുഷ്യന്റെ ആത്മാവിൽ ആവശ്യമാണ്. ആ വിതയാണ്, ആ വിത്താണ് പിതാവിൻ്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പിതാവിങ്കൽ നിന്ന് യേശു വാങ്ങി അപ്പോസ്തലന്മാരുടെ മേലും ഇന്ന് ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരുടെ മേലും സ്വർഗം പകർന്നു തന്നത്. എന്താണ്? കൊയ്തെടുക്കാൻ വേണ്ടി, കൊയ്തെടുക്കാൻ വേണ്ടി. വചനം പറയുന്ന നോക്കിയേ, for the one who sows to his own flesh will from the flesh reap corruption, but the one who sows to the spirit will from the spirit reap eternal life. പരിശുദ്ധാത്മാവിനെ തൻ്റെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക്, ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, പരിശുദ്ധാത്മാവിനെ ഒരുവന്റെ ആത്മാവിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രൊഡക്റ്റീവായി മാറാൻ കഴിയും. കമോൺ, ഇനി ഞാൻ നിങ്ങളെ വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കാൻ പോവാ. പരിശുദ്ധാത്മാവിനെ ഒരു ലൈഫിലേക്ക് സ്വീകരിക്കുന്ന ഒരു വ്യക്തി, പരിശുദ്ധാത്മാവിനെ ശരീരത്തിൽ സ്വീകരിക്കാൻ കഴിയുമോ? ഞാൻ വിശ്വസിക്കുന്നില്ല. പരിശുദ്ധാത്മാവിന് ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, എന്നാൽ പരിശുദ്ധാത്മാവിനെ ശരീരത്തിൽ വസിപ്പിക്കാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ച, പരിശുദ്ധാത്മാവിനെ ശരീരത്തിൽ പ്രവർത്തിക്കാൻ കഴിയും, എന്നാൽ പരിശുദ്ധാത്മാവിനെ ശരീരത്തിൽ വസിപ്പിക്കാൻ കഴിയത്തില്ല. പിന്നെയോ പരിശുദ്ധാത്മാവിനെ നമ്മുടെ സ്പിരിറ്റിലേക്ക് സ്വീകരിച്ച് നമ്മുടെ സ്പിരിറ്റിൽ നിലനിർത്തി ആ സ്പിരിറ്റിലൂടെ നമ്മുടെ പ്രാണനിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലേക്കുമൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ഫുൾ കൺട്രോൾ ഏൽപ്പിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ നമ്മുടെ ഒരുക്കമുള്ള സ്പിരിറ്റിലേക്കാണ് പരിശുദ്ധാത്മാവ് വരിക, ഒരുക്കമുള്ള സ്പിരിറ്റിലേക്ക്. ഇന്ന് പരിശുദ്ധാത്മാവെ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങൾ ആദ്യം ഒരുക്കേണ്ടത് നിങ്ങളുടെ അവനവൻ്റെ ഹൃദയങ്ങളെ തന്നെയാണ്. ആ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരാൻ ആഗ്രഹിക്കുന്നു, ആ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഹൃദയത്തിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ പൂർണ്ണമാകുന്ന മേഖലകളുടെ കൺട്രോൾ ഏറ്റെടുക്കുവാൻ കഴിയും. എന്താണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്? അപ്പോസ്തലപ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികൾ ആകും എന്ന് പറഞ്ഞു. ഒരു വിലയുണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ അവൻ്റെ വിലയിൽ വ്യത്യാസം വരും. ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാൽ അവൻ്റെ വാല്യൂ മാറും, അവൻ്റെ വില മാറും, അവൻ്റെ അംഗീകാരം മാറും. കാരണം ആ വ്യക്തിയെക്കുറിച്ച്, പരിശുദ്ധാത്മാവ് വരുന്ന വ്യക്തി ആരോ ആ വ്യക്തിയെക്കുറിച്ച്
അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു, പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവൻ ശക്തി ലഭിച്ചിട്ട്, ഇനിയുള്ള ശ്രദ്ധിക്കണം, ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദ്യയിലും എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും. സാക്ഷികളാകണമെങ്കിൽ കടന്നു ചെല്ലണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. പരിശുദ്ധാത്മാവ് വന്നാൽ സാക്ഷിയാകും. സാക്ഷിയാകുന്നവൻ ആരാൽ സാക്ഷിയാകുന്നുവോ അവൻ നിമിത്തം അംഗീകരിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യും. തന്മൂലം അവന്റെ വില നിങ്ങളുടെ വിലയായി മാറും. ഇന്ന് എന്നെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാ മാനവും നഷ്ടപ്പെട്ട് ഇന്ന് വിലയില്ലാതെ, അംഗീകരിക്കപ്പെടാതെ, വേദനയോടെയോ നിരാശയോടെയോ ജീവിതം എന്തായി തീരുമെന്ന് യാതൊരു ഊഹവുമില്ലാത്ത അനുഭവത്തിൽ എന്നെ ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഈ സെക്കൻഡിൽ പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, നിങ്ങളുടെ വില മാറ്റുന്ന, നിങ്ങളുടെ രീതികളെ മാറ്റുന്ന, നിങ്ങളുടെ സ്ഥാനം മാറ്റുന്ന, നിങ്ങളെ കൊണ്ടുള്ള പർപ്പസ് തന്നെ തിരുത്തി കുറിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം നിന്റെ മേൽ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിങ്ങളുടെ മേൽ അയക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തേ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വന്നാൽ ആ വ്യക്തിയുടെ, ആരുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നോ ആ വ്യക്തിയുടെ ഏജ് ദൈവത്തിനൊരു ഫാക്ടറേ അല്ല, ദൈവത്തിനൊരു വിഷയമേ അല്ല. ആ വ്യക്തിയുടെ ഒരു ഏജ് ഒരു ഘടകമേ അല്ല. കാരണം ശക്തി നിനക്ക് നൽകുന്നത് നിന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തമല്ല. ശക്തി നിങ്ങൾക്ക് നൽകുന്നത് നിന്റെ ആത്മാവിലൂടെ ഒഴുകുന്ന ആത്മാവാണ്. നിന്റെ ആത്മാവിലൂടെ ഒഴുകുന്ന ദൈവത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് ഇന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങളുടെ മൈക്ക് ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ മൈക്ക് ശ്രദ്ധിച്ചാട്ടെ, അൺമ്യൂട്ട് ചെയ്ത് കളയരുത്. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, അല്ല 9 കൂടെ ചേർത്ത് ഞാൻ വായിക്കുവാണ്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവിനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം എന്ന് ഇത്ര ആഴമായി ഞാൻ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹോദര സഹോദരി, നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ അമ്മയപ്പന്മാർ നമ്മെ വളർത്തിയ രീതിയും നാം ജനിച്ചു വളർത്തപ്പെട്ട രീതിയും വെച്ച് നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള ജ്ഞാനമെന്ന് പറയുന്നത് ഭൂമിയിലെ ജീവനത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ ഭൂമിയിലെ ജീവനവും ഭൂമിയിലെ ജീവിതവും ആത്മീയ ജീവിതവും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുവാൻ തക്കവണ്ണം നമ്മെ ശക്തരാക്കി മാറ്റുന്നതും അതിന് നമ്മെ പ്രാപ്തരാക്കുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാത്രമാണ്. കാരണം വചനം പറയുന്നു, നമുക്ക് ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ ലോകത്തിൽ എത്ര ഡിഗ്രി ഉണ്ടെങ്കിലും ആ ഡിഗ്രി ഹോൾഡർക്ക് വെളിപ്പെടാത്ത ഒത്തിരി സംഗതികൾ മറഞ്ഞു കിടപ്പുണ്ട്. എത്ര കഴിവുകൾ ഒരു വ്യക്തിക്കുണ്ടെങ്കിലും ആ വ്യക്തിക്ക് കഴിയാത്തതുപോലെ ഒത്തിരി കാര്യങ്ങൾ ബാലൻസ് കിടപ്പുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ദാവീദ് എന്ന് പറയുന്നൊരു ബാലൻ
തൻ്റെ കയ്യിൽ തോട്ടിൽ നിന്ന് ലഭിച്ച മിനുസമുള്ള 5 കല്ലിൽ 1 മാത്രം ഉപയോഗിച്ചപ്പോൾ തന്നേക്കാൾ തൂക്കവും തന്നേക്കാൾ ശക്തനും ആയോധന കലകളിൽ അഭ്യാസിയുമായിരുന്ന ഒരു ഗോലിയാത്ത് പോലത്തെ ഒരു മല്ലനെ, ഗോലിയാത്ത് എന്നൊരു മല്ലനെ ഒറ്റക്കല്ലുകൊണ്ട് നെറ്റിത്തടം തകർത്ത് തൻ്റെ മുമ്പിൽ മുട്ടുകുത്തിച്ച് വീഴ്ത്തിക്കളയുവാൻ തനിക്ക് സാധിച്ചത് കവണയുടെ ബലമല്ല, തൻ്റെ ഉന്നവുമല്ല, തന്നെ വിളിച്ച ദൈവത്തിൻ്റെ വിളിയുടെ ശക്തിയും തൻ്റെ മേൽ നിറഞ്ഞിരുന്ന ആത്മാവുമാണ്. പ്രൈസ് ടു ജീസസ്. സോ ഞാൻ വീണ്ടും പറയുന്നു, ദൈവത്തിന് ഏജ് എന്ന് പറയുന്നത് ഒരു ഫാക്ടറേ അല്ല. ദൈവത്തിന് ഏജ് എന്ന് പറയുന്നത് ഒരു ലിമിറ്റേഷനേ അല്ല. ദൈവത്തിന് ഏജ് എന്ന് പറയുന്നത് ഒരു ഘടകം പോലുമല്ല. ഒരുക്കമുള്ളൊരു വ്യക്തിയാണ് ഒരുക്കമുള്ളൊരു വ്യക്തിയാണ് താങ്കളെങ്കിൽ സുഹൃത്തേ, ഇന്ന് നീ കൈ നീട്ടുന്ന ഇടത്ത് നിന്റെ കയ്യിൽ വരാനുള്ള ആയുധം പരിശുദ്ധാത്മാവ് കൊണ്ടുവരും. താൻ ഇട്ടത് ആമേൻ ആയുധങ്ങൾ ശേഖരിച്ചിരുന്ന ബാഗിനകത്തല്ല കൈയിട്ടത്, താൻ കൈയിട്ടത് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന തോടിനകത്ത് ഒരു മല്ലനെ കീഴ്പ്പെടുത്താൻ തക്കവണ്ണമുള്ള ആയുധമുണ്ടെന്ന് ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞതിന്റെ കാരണം തന്നിൽ നിറഞ്ഞിരുന്ന ആത്മാവ് കൊടുക്കുന്ന വെളിപ്പാടാണ്. കുഞ്ഞെ, ഇന്ന് വിശ്വാസത്തോടെ കൈകളിൽ വിശ്വാസത്തോടെ, നിങ്ങൾക്കൊരു സത്യം അറിയാവോ? സാമ്പത്തികമായി ഒത്തിരി ബുദ്ധിമുട്ടിയ സന്ദർഭങ്ങളിൽ കയ്യിൽ പേപ്പർ പിടിച്ച് പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? കയ്യിൽ പേപ്പർ പിടിച്ച് പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരുന്ന നാളുകളിൽ കയ്യിൽ കുഞ്ഞെ പേഴ്സിൽ കൈയിട്ടാൽ ചിലപ്പോൾ വല്ല പേപ്പറേ കിട്ടുള്ളൂ, ചിലപ്പോൾ പെട്രോൾ അടിച്ച ബില്ലായിരിക്കാം, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഡ്രോയിൽ കൈയിട്ടാലും പേപ്പറേ കിട്ടുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ പേപ്പറിനെ വിശ്വാസത്തോടെ കയ്യിലെടുത്ത് പിടിച്ച് പ്രാർത്ഥിച്ച് പ്രൊഫറ്റിക്കൽ ആക്ഷൻ നടത്തിയ ദിവസങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞത്. കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ടെന്ന് പലരും പറയാൻ സാധ്യതയുണ്ട്. ആ നിലവാരങ്ങളിൽ പ്രാർത്ഥിച്ചു. ദാവീദ് എന്ന് പറയുന്ന മനുഷ്യന് രാജാവിൻ്റെ സമ്മതം ചോദിച്ചതിന് ശേഷം വീട്ടിൽ ചെന്ന് വാളെടുക്കാനോ അമ്മ കപ്പ മുറിക്കുന്ന കത്തി എടുത്തോണ്ട് വരാനോ വെട്ടുകത്തി എടുക്കാനോ ആ മനുഷ്യന് അപ്പം സമയമില്ല. അന്നേരം തൻ്റെ മുമ്പിലൂടെ ഒഴുകിയ തോട്, അന്നേരം തനിക്ക് കയ്യെത്തി പിടിക്കാവുന്ന ഒരു സ്ഥലം, അന്നേരം തനിക്ക് കൈയിടാൻ കഴിഞ്ഞ ഒരു സ്ഥലം, പിടിക്കാൻ കയ്യിൽ കിട്ടിയ ഒരു സാധനം, അതിനെ ആയുധമാക്കി ദൈവം മാറ്റിക്കൊടുത്തത്. അതിനെ ആയുധമാക്കി മാറ്റി. ഗോലിയാത്ത് മാത്രമല്ല, ഗോലിയാത്തിന്റെ മുമ്പിൽ ആയുധധാരികളുണ്ടായിരുന്നു. ഗോലിയാത്തിന്റെ ഉറയിൽ വാളുണ്ടായിരുന്നു. തൻ്റെ കയ്യിൽ അമ്പ് കാണും, വില്ല് കാണും, ശൂലം കാണും, പലതും കാണും. ഗോലിയാത്തിന്റെ ഒരു നഖം മതി ദാവീദിനെ ചീന്തി ദൂരെ എറിഞ്ഞു കളയാൻ. പക്ഷേ ഒരു കാര്യം, കൈയിട്ടതും ദൈവം കയ്യിൽ കൊടുത്ത ആയുധത്തെ, ദൈവം കയ്യിൽ കൊടുത്ത കല്ലിനെ, അതുപോലൊരു മല്ലനെ അടിച്ചു മലർത്താൻ തക്കവണ്ണം ശക്തമായ ഒരു ആയുധമാക്കി മാറ്റിയത് തൻ്റെ മേൽ ഒഴുകിയ ആത്മാവിൻ്റെ രീതിയാ, വ്യത്യാസമാ. തൻ്റെ മേൽ ഒഴുകിയ ആത്മാവിൻ്റെ വ്യത്യാസമാ. ഹല്ലേലൂയ. ഇത് ഞാൻ ആത്മാവിൽ പറയുക കുഞ്ഞെ. വിശ്വാസത്തോടെ നീ ഇന്ന് കൈ വെക്കുന്നത് വിടുതലായി മാറും. വിശ്വാസത്തോടെ നീ ഇന്ന് കൈ തൊടുന്നത് അനുഗ്രഹമായി മാറും. നീ വിശ്വാസത്തോടെ കയ്യിലെടുത്ത് പ്രാർത്ഥിക്കുന്നത് ഒരു അഭിഷേകവും അധികാരവുമായി മാറും. നീ വിശ്വാസത്തോടെ കൈ നീട്ടി തൊടുന്നത് നിനക്കൊരു വഴിത്തിരിവായി മാറും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ ജനം രക്ഷപ്പെടണം. ദാവീദിന്റെ ഉള്ള അത്രേ ഉള്ളൂ, എൻ്റെ ജനം രക്ഷപ്പെടണം. കയ്യിൽ ഭയങ്കര മെറ്റീരിയൽ തിങ്സ് ഒന്നും കാണത്തില്ല. പക്ഷേ നീ കൈ നീട്ടി എന്തെങ്കിലും തൊട്ടാൽ, ഞാനൊരു ദൂത് പറയാ, നീ ഇതുവരെ തൊട്ടതെല്ലാം പരാജയമായിരിക്കാം, നിങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം അപൂർണമായിരിക്കാം, നിങ്ങൾ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു പാഴ്വാക്ക് പോലെ ആയി കാണാം, പറഞ്ഞ വാക്കിന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു സന്ദർഭമായിരിക്കാം, അതായിരിക്കാം നിങ്ങളുടെ അനുഭവം. പക്ഷേ ദാവീദിന്റെ മേൽ നിറഞ്ഞതുപോലെ ഒരു ആത്മാവ് താങ്കളുടെ മേൽ നിറഞ്ഞാൽ കാര്യം വ്യത്യസ്തമായി നടന്നിരിക്കും. ഏജ് ഒരു വിഷയമേ അല്ല.
നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. താഴേക്ക് പറയുന്നു, ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവകാര്യങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ആരാഞ്ഞുകൊണ്ടിരിക്കും. ദൈവകാര്യങ്ങളെക്കുറിച്ച് ഞാൻ ഏറ്റവും കൂടുതൽ എൻഗേജ് ആയിരിക്കുന്നത് ദൈവകാര്യങ്ങൾക്കകത്താണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളിൽ എൻഗേജ് അല്ലെന്നല്ല. കാരണം പരിശുദ്ധാത്മാവ് എന്നെ നിർബന്ധിക്കുന്നു. എന്നോട് പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർക്ക് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലേ? കാരണം രാവിലെ ഒരു മെസ്സേജ് ഇടുന്നു, പിന്നെ അത് കഴിഞ്ഞ് ഉടനെ അടുത്ത വൈകുന്നേരത്തേക്കുള്ള മെസ്സേജ് വരുന്നു, അതിനിടയ്ക്ക് ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ഷോർട്ട് മെസ്സേജ് ഇടുന്നു, അത് കഴിഞ്ഞ് ചിലപ്പോൾ അതിനിടയ്ക്ക് ഒരു കൊച്ചു ഷോർട്സ് ഇടുന്നു, 1 മിനിറ്റുള്ള മെസ്സേജ് ഇടുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് പല്ല് തേക്കാനും കുളിക്കാനും കഴിക്കാനും ഒന്നും സമയമില്ല എന്നാണ് അവർ ചോദിച്ചതിൻ്റെ അർത്ഥം. ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നാൽ കൂടുതൽ സമയവും നമുക്ക് ദൈവകാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കും. ദൈവകാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കും. സുഹൃത്തെ, നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധി കൊണ്ടും കഴിയത്തില്ല, മാനുഷികമാകുന്ന സിസ്റ്റം കൊണ്ടും കഴിയത്തില്ല. അതിന് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൂടിയേ മതിയാകത്തുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൂടിയേ മതിയാകത്തുള്ളൂ. കാരണം വചനം പറയുന്നു, പരിശുദ്ധാത്മാവ് വരുന്നത് വെളിപ്പെടുത്താനാണ്. പരിശുദ്ധാത്മാവ് വരുന്നത് വെളിപ്പെടുത്താനാണ്. പണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ദൈവം ചില കാര്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് അണഞ്ഞു പോയോ? പണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങളൊരു വലിയ പ്രകാശം കണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ അത് മങ്ങിപ്പോയോ? പണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നുള്ളൊരു ലീഡിങ് പരിശുദ്ധാത്മാവ് നൽകിക്കൊണ്ടിരുന്നു. അത് ഇപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടോ? പണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സമയം പോകുന്നത് അറിയാത്തൊരവസ്ഥ, ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് തന്നെ സമയം സെറ്റ് ചെയ്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലത്തെ ഒരവസ്ഥയിലേക്ക് കുറഞ്ഞു പോയോ? പണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ആത്മീയ ശക്തി അനുഭവിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണമായി നിങ്ങൾ ജഡത്തിലല്ലേ പ്രാർത്ഥിക്കുന്നതെന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരുന്നുണ്ടോ? നിനക്ക് ദൈവാത്മാവ് മടക്കി തരാൻ പോകുന്നു. ആ നഷ്ടപ്പെട്ടു പോയത് മടക്കി തരാൻ പോകുന്നു. ആ നഷ്ടപ്പെട്ടു പോയ ദൈവശക്തി, നഷ്ടപ്പെട്ടു പോയ പ്രകാശം, നഷ്ടപ്പെട്ടു പോയ ആത്മീയ അനുഭവം, നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാ ജീവിതം യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവന്റെ മേൽ അത് വ്യാപരിക്കട്ടെ. വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നോക്കിയേ. മറ്റൊരു ദൂതൻ ജീവനുള്ള ദൈവത്തിന്റെ മുദ്രയുമായി കിഴക്ക് നിന്ന് കയറുന്നതും കണ്ടു. അവൻ ഭൂമിക്കും സമുദ്രത്തിനും കേടുവരുത്തുവാൻ അധികാരം ലഭിച്ച 4 ദൂതന്മാരോട്, നമ്മുടെ ദൈവത്തിന്റെ ദാസരുടെ നെറ്റിയിൽ ഞങ്ങൾ മുദ്രയിട്ട് കഴിയുവോളം ഭൂമിക്കും സമുദ്രത്തിനും വൃക്ഷങ്ങൾക്കും കേടുവരുത്തരുത് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിലും നിന്ന് മുദ്രയേറ്റവർ 144,000 പേർ. യഹൂദ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000, രൂബേൻ ഗോത്രത്തിൽ 12,000, ഗാദ് ഗോത്രത്തിൽ 12,000, ആശേർ ഗോത്രത്തിൽ 12,000, നഫ്താലി ഗോത്രത്തിൽ 12,000, മനശ്ശെ ഗോത്രത്തിൽ 12,000, ശിമയോൻ ഗോത്രത്തിൽ 12,000, ലേവി ഗോത്രത്തിൽ 12,000, ഇസാഖാർ ഗോത്രത്തിൽ 12,000, സെബൂലൂൻ ഗോത്രത്തിൽ 12,000, യോസേഫ് ഗോത്രത്തിൽ 12,000, ബെന്യാമീൻ ഗോത്രത്തിൽ മുദ്രയേറ്റവർ 12,000 പേർ. ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്ന് ഉള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിനും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ
ആർത്തുകൊണ്ടിരുന്നു. സകല ദൂതന്മാരും സിംഹാസനത്തിന്റെയും മൂപ്പന്മാരുടെയും 4 ജീവികളുടെയും ചുറ്റും നിന്ന് സിംഹാസനത്തിന്റെ മുമ്പിൽ കവിണ്ണു വീണു. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞ് ദൈവത്തെ നമസ്കരിച്ചു. സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മോട് സംസാരിക്കുന്നു. നീ എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യണം എന്ന് നമ്മോട് സംസാരിക്കുന്നു. ഒരു യോഹന്നാൻ എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യണമെന്ന് പത്മോസിൽ വെച്ച് സംസാരിച്ചതുപോലെ നാം എപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ദൈവം സംസാരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം മാത്രമായിരിക്കത്തില്ല ദൈവത്തിൻ്റെ വർക്കിംഗ് ടൈം. സാധാരണ യാമങ്ങളിൽ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ് പതിവ്. രാത്രിയുടെ യാമങ്ങളിൽ നമ്മൾ കിടന്ന് ഉറങ്ങുകയാണ് പതിവ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് 24/7 ആണ്. 365 ഡേയ്സ് ആണ്. 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊരു അനൗൺസ്മെന്റ് പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ നോർമൽ വർക്കിംഗ് ടൈം ആയിരിക്കത്തില്ല ദൈവം താങ്കളെ കൊണ്ട് വർക്ക് ചെയ്യിക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ രീതികളിൽ, നിങ്ങളുടെ പ്രാർത്ഥനകളിൽ, നിങ്ങളുടെ സ്വാഭാവിക സമയങ്ങളിലെല്ലാം തന്നെ മാറ്റം വരും സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ്. കാരണം അതിൻ്റെ 10ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. ഇത് പരിശുദ്ധാത്മാവ് അറിയിച്ചതാണ്. നമ്മൾ ഈ രക്ഷ എന്ന് പറഞ്ഞ അതിൻ്റെയൊക്കെ സൗന്ദര്യം നഷ്ടപ്പെട്ടില്ലേ? എന്നാൽ യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ അത് കണ്ടു, യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ അത് കേട്ടു, യോഹന്നാൻ പരിശുദ്ധാത്മാവിൽ അത് അറിഞ്ഞു, യോഹന്നാൻ പരിശുദ്ധാത്മാ നിയോഗിതനായി എഴുതി വെച്ചു. രക്ഷ എന്നുള്ളത്, സഹോദര നിങ്ങൾ ആയിരിക്കുന്ന ഏത് പദവിയിലെന്ന് മനസ്സിലാവുന്നുണ്ടോ? രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം. എന്തുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവനെ സാത്താൻ തൊടാത്തതെന്ന് ഇപ്പം മനസ്സിലായോ? രക്ഷിക്കപ്പെട്ട ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തി, രക്ഷിക്കപ്പെട്ടവനെ സാത്താൻ തൊടാത്ത കാര്യം മനസ്സിലായോ? 2, സാത്താൻ അവനെ വളഞ്ഞാലും, ഈ സാത്താൻ നമ്മളെ വളയുന്ന സമയത്ത് നമുക്ക് ഈ അസ്വസ്ഥതകൾ മുഴുവൻ ഉണ്ടാകുന്നത്. നമ്മളാകെ അസ്വസ്ഥരാകുന്നതും നമ്മൾ മാനസികമായി ആകെ സംഘർഷത്തിനകത്താകുന്നതും നമുക്കൊരു നഷ്ടബോധം പോലെയോ എന്തോ കപ്പൽ കവഴുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നതും ഒക്കെ ഈ സാത്താൻ വളയുമ്പോഴാണ്. ബാധിക്കുമ്പോഴെന്ന് ഞാൻ പറയുന്നില്ല, സാത്താൻ വളയുമ്പോഴാണ്. പക്ഷേ രക്ഷയിലിരിക്കുന്ന ഒരു വ്യക്തിക്ക് അതിനെ ജയിക്കാൻ കഴിയുമെന്ന് നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? രക്ഷയുടെ ശക്തിയിലിരിക്കുന്ന, രക്ഷയുടെ സന്തോഷത്തിലിരിക്കുന്ന വ്യക്തിക്ക് അതിനെ ജയിക്കാൻ കഴിയും. അപ്പൊ രക്ഷ എന്നുള്ളത് യോഹന്നാൻ അവിടെ കിടന്ന് ചാടിക്കാണും. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ വിളിച്ചു പറയുന്നത്, ആർത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടു, ഞാൻ കേട്ടു, ഞാൻ കേട്ടു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ നിങ്ങളുടെ സ്വാഭാവിക ചെവി വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ നിന്റെ സ്പിരിച്വൽ ഇയർ വർക്ക് ചെയ്യും. നിങ്ങളുടെ കാതുകൾ വർക്ക് ചെയ്യും. ഇനി ഒരു ദൂതൂടെ പറയാം, നമ്മുടെ കാതുകൾ, നമ്മുടെ സ്പിരിച്വൽ ഇയർ വർക്ക് ചെയ്യുന്നത് അല്ല, നമ്മുടെ ഫിസിക്കൽ ഈ മാനുഷികമാകുന്ന ചെവി വർക്ക് ചെയ്യുന്നത് നമ്മൾ ലൈവായിരിക്കുന്ന സമയത്തേ ഉള്ളൂ, എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുന്ന സമയത്ത്. എന്നാൽ നല്ല കൂർക്കം വലിച്ചുറങ്ങുന്ന ഒരു ചെവിയിൽ ചെന്നിട്ട് നമുക്കൊന്ന് കർത്താവിനെ സ്തുതിച്ച് പാടിയാലോ എന്ന് പറഞ്ഞാൽ പുള്ളി എന്താ പറയുക, പുള്ളി മൂളിപ്പാട്ട് പാടും. പുള്ളി മൂളിപ്പാട്ട് പോലും പാടത്തില്ല. കാരണം അദ്ദേഹം അത് ഗ്രഹിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ തലച്ചോറും ആ കേൾവിയും തമ്മിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ഗ്രഹിക്കുന്ന, അദ്ദേഹം നല്ല സുഖനിദ്രയിൽ അദ്ദേഹം എൻഗേജഡ് ആയിരിക്കുകയാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നവന്റെ ചെവിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ കണ്ണടഞ്ഞിരുന്നാലും അവന്റെ കണ്ണ് കാണുകയും ചെയ്യും, അവന്റെ കാത് 24/7 വർക്കിംഗ് ആയിരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ യൂദ ഒറ്റിയതിനു ശേഷം
യൂദ ഒറ്റിയതിന് ശേഷം കർത്താവ് പടയാളികൾ പിടിക്കാൻ വന്നപ്പോൾ അയ്യോ ഞാൻ എന്താ തെറ്റ് ചെയ്തെന്ന് ചോദിക്കാത്തതും, ആശ്ചര്യപ്പെടാത്തതും, കരയാത്തതും, തിരിഞ്ഞു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാത്തതും, കർത്താവ് ക്രൂശിക്കപ്പെടുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, ഞാൻ ഇനി അധികം കാലം നിങ്ങളുടെ കൂടെ ഇല്ല, നിങ്ങൾ അതുകൊണ്ട് ശക്തി പ്രാപിച്ചോ, ഞാൻ അധികം കാലം നിങ്ങളുടെ കൂടെ ഇല്ല, ഞാൻ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഇരിക്കും. ഇങ്ങനെ പറഞ്ഞ് അവരെ ബോധമുള്ളവരാക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്നറിയാമോ? തൻ്റെ സ്പിരിച്വൽ ഇയർ വർക്കിംഗ് ആയതുകൊണ്ടാണ്. നമ്മളിൽ പലർക്കും ചില ഇൻസിഡൻസ് ആക്സിഡൻ്റലി വരുമ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത്. അന്നേരം നമ്മൾ അറിയുന്നത് ഇതെന്തോ പോരാട്ടമുണ്ട്, എന്തോ പ്രശ്നമുണ്ട്, എന്തോ പൈശാചിക പീഡയുണ്ട്. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ലൈഫിൽ വരുന്നതെന്ന് മാത്രമല്ല, മറ്റുള്ളവരുടെ ലൈഫിൽ വരുന്നതും കൂടെ താൻ തിരിച്ചറിഞ്ഞു. അതാ പ്രവാചകാഭിഷേകം, സ്പിരിറ്റ് ഓഫ് ഗാഡ്. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നമേ അറിയാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് മുന്നമേ അറിയാൻ പറ്റും. നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് മുന്നമേ അറിയാൻ പറ്റും. ദൈവം അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ദൂതന്മാർക്ക് വെളിപ്പെട്ടിട്ടില്ലാത്തതുപോലും ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. പക്ഷേ കൊതിയോടെ, പവിത്രതയോടെ അത് സ്വീകരിക്കുന്ന ഒരു പാത്രത്തെ ഇന്ന് കർത്താവിന് വേണം. കൊതിയോടെ, പവിത്രതയോടെ അത് സ്വീകരിച്ച് പരിപാലിക്കുന്ന ഒരു പാത്രത്തെ ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെയുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവ് അത് പകരാൻ ആഗ്രഹിക്കുകയാണ്. In the name of Jesus. സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് യോഹന്നാനെ ഇക്കണ്ട പ്രദേശങ്ങളിലൂടെ എല്ലാം ആത്മാവ് തന്നെ നടത്തുകയും കാണിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തതെല്ലാം ഹോളി സ്പിരിറ്റ് ഫില്ലിങ്ങിലായിരുന്നു. ആത്മവിവശതയ്ക്കകത്തായിരുന്നു. അതൊരു പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഹൈ വോൾട്ടിൽ പ്രവർത്തിക്കുമ്പോൾ വരുന്ന ഒരു അനുഭവമാണ് ഒരാത്മവിവശത എന്ന് പറയുന്നത്. ആ വിവശതയിൽ തന്നെ കർത്താവ് ക്യാരി ചെയ്ത് കൊണ്ടുപോയി കാണിക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകമായിട്ട് പുറത്തു വന്നത്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ തയ്യാറാകുക. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. റോമർ 8:26. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിരാശയുള്ളവർക്കായിട്ട് ഞാൻ ഈ വാക്യം പറയുകയാണ്. ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. Likewise, the Spirit help us in our weakness, for we do not know what to pray for as we ought, but the Spirit Himself intercedes for us with groaning too deep for words. ആത്മാവ് പക്ഷവാദം ചെയ്യുന്നു, ഇന്റർസെസ്ഡ് ആകുന്നു, പക്ഷവാദം ചെയ്യുന്നു. ഒരു ഇന്റർസെഷൻ പ്രയറിന് നിങ്ങൾക്ക് ആരുമില്ല എന്നിരിക്കട്ടെ, കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു പ്രയർ വാരിയർ ഇല്ല എന്നിരിക്കട്ടെ, നിങ്ങൾക്കൊരു ആത്മീയ പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയില്ല എന്നിരിക്കട്ടെ, എന്നാൽ ഏറ്റവും നല്ലൊരു സഖിയെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അതാണ് ഹോളി സ്പിരിറ്റ്. ഇന്നത്തെ സെഷൻ ഇങ്ങനെ പോകത്തുള്ളൂ, കാരണം ഇതിങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഭയങ്കര ഒച്ചത്തിലുള്ള പ്രസംഗവും തീ പാറുന്ന രീതിയുമാണ്. അതൊക്കെ അവസാനമാണ്. പരിശുദ്ധാത്മാവ് വന്നാലേ ഉള്ളതൊക്കെ. പരിശുദ്ധാത്മാവ് എന്നിൽ വന്നിട്ട് കാര്യമില്ല, എന്നിൽ വന്നതുപോലെ നിങ്ങളിൽ വരണം, എങ്കിലേ കാര്യമുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാൽ ഇന്റർസെഷൻ പ്രയർ ചെയ്യുന്നു, പക്ഷവാദം ചെയ്യുന്നു. നിങ്ങൾ ടങ്സിൽ പ്രാർത്ഥിക്കുന്ന സമയം നിങ്ങൾക്ക് പോലും അറിയാത്ത ചില ഭാഷകൾ നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്, നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക, നിങ്ങൾ അന്യഭാഷകളിൽ പ്രാർത്ഥിക്കുക, അതർ ടങ്സിൽ പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താ നിങ്ങൾ പറയുന്നതെന്ന്. പക്ഷേ
പലപ്പോഴും ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയുള്ള പക്ഷപാത പ്രാർത്ഥനകളാണ്, ഇന്റർസെഷൻ പ്രയറാണ്. In the name of Jesus. സുഹൃത്തേ, നിങ്ങൾ രക്ഷയുടെ സന്തോഷം അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുകയാണ്. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനമാകുന്ന രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ വന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ അതിൻ്റെ കൂടെ ഒരു പാക്കേജായിട്ട് ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ, ഒരു ഹോളി സ്പിരിറ്റിനെ ഒരു വ്യക്തി എന്ന രീതിയിൽ നിങ്ങൾ സമീപിക്കാനും നിങ്ങൾ സൽക്കരിക്കാൻ, നിങ്ങൾ ട്രീറ്റ് ചെയ്യാനും നിങ്ങൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഒരു സുഹൃത്തിനെ പോലെ നിങ്ങളോട് സംസാരിക്കും, ഒരു വഴികാട്ടിയെ പോലെ നിങ്ങളോട് സംസാരിക്കും, ഒരു ഗൈഡ് പോലെ നിങ്ങളുടെ കൂടെ ഇരിക്കും, ഒരു ഡിക്ഷണറി പോലെ നിന്റെ കൂടെ ഇരിക്കും, നിനക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ വെളിപ്പെടുത്തും, അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ സംസാരിക്കും, അറിഞ്ഞുകൂടാത്ത മർമ്മങ്ങൾ വെളിപ്പെടുത്തും. In the name of Jesus. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആർക്കാണ് ഈ പരിശുദ്ധാത്മാവിനെ ആവശ്യം? വേഗം പോട്ടെ. ആർക്കാണ് പരിശുദ്ധാത്മാവിനെ ആവശ്യം? ബലഹീനനാണ് ആവശ്യം. ബലഹീനതകളുള്ളവർക്കാണ് പരിശുദ്ധാത്മാവിനെ ആവശ്യം. വിശുദ്ധന്റെ മേലാണ് പരിശുദ്ധാത്മാവ് പകരുന്നത്, അല്ലെങ്കിൽ വിശുദ്ധനായതിനു ശേഷമാണ് പരിശുദ്ധാത്മ അല്ല. ബലഹീനതകളുള്ളവന്റെ മേൽ പരിശുദ്ധാത്മാവിനെ പകരുന്നു. ബലഹീനതകളുള്ളവന്റെ മേൽ. നിങ്ങൾ ഏതൊരു വിഷയത്തിനകത്ത് നിങ്ങൾ ബലഹീനത അനുഭവിക്കുന്നെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ കഴിയാത്ത എന്ത് കാര്യവും ബലഹീനതയാണ്. നിങ്ങൾക്ക് യുദ്ധം ചെയ്ത് ജയിക്കാൻ കഴിയാത്ത ഏത് മേഖലയും ഒരു ബലഹീനതയാണ്. അവിടെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന സഹായകനെ ആവശ്യമാണ്. പറയുക, പരിശുദ്ധാത്മാവേ, എൻ്റെ ഇന്ന മേഖലയിലേക്ക് അങ്ങ് കടന്നു വരിക. അത് നിങ്ങളുടെ ബിസിനസ്സിലേക്കായിരിക്കാം, നിങ്ങളുടെ ഓഫീസിലേക്കായിരിക്കാം, നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്കായിരിക്കാം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്കായിരിക്കാം, നിങ്ങളുടെ ക്യാരക്ടറിലേക്കായിരിക്കാം, നിങ്ങളുടെ സ്പിരിച്വൽ ലൈഫിലേക്കായിരിക്കാം. എവിടെയാണെങ്കിലും നിങ്ങൾ ക്ഷണിക്കുക, പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളുടെ പുസ്തകം 16-ാമത്തെ അധ്യായം. അപ്പോസ്തല പ്രവൃത്തികൾ 16-ാമത്തെ അധ്യായം, അതിൻ്റെ 6-7 വാക്യങ്ങൾ. 16-ന്റെ 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. പരിശുദ്ധാത്മാവ് കൽപ്പിക്കും, താങ്കളെ വിലക്കും ചില കാര്യങ്ങൾ. Am I right? നിങ്ങളെ വിലക്കിയിട്ടില്ലേ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിൻ്റെ വിലക്കിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വരികയാണ്. ഞാൻ ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന സമയത്ത് എൻ്റെ ജീവൻ പോകുന്നൊരു ഘട്ടത്തിൽ ഞാനൊരു പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. ജീവൻ പോകുന്ന സമയത്ത് ഞാനൊരു പാസ്റ്ററെ പ്രാർത്ഥിക്കാൻ വിളിച്ചു. 2 ദിവസം വിളിച്ചു. അതൊക്കെ ഹൃദയത്തിനകത്ത് വലിയൊരു വേദനയായിട്ട്, ഭയങ്കര ഒരു മുറിവായിട്ടൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പക്ഷേ പകയില്ല, പിണക്കമില്ല, ഒന്നുമില്ല. ജീവൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ജീവൻ പോകുന്നൊരു ഘട്ടമായിരുന്നു. അന്നത്തെ എൻ്റെ അവസ്ഥ എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അപ്പം ഞാൻ കണ്ണ് സ്ക്രീനിൽ നോക്കാൻ പോലും വയ്യ, മൊബൈൽ സ്ക്രീനിൽ നോക്കാൻ പോലും വയ്യാത്തൊരു ഘട്ടത്തിൽ ഞാൻ ആ മനുഷ്യനെ മാറി മാറി വിളിച്ചു. കാരണം ആ മനുഷ്യൻ ഒരു ശുശ്രൂഷയുള്ളൊരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് എന്തോ ഒരുപക്ഷെ ദൈവം എന്നെ പഠിപ്പിച്ചതായിരിക്കും, ദൈവത്തെക്കാളേറെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ദോഷവശത്തെപ്പറ്റി. അങ്ങനെ ഞാൻ വിളിച്ചു. അദ്ദേഹം ഫോൺ എടുത്തില്ല. എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന് എന്തോ മാനസികമായി എന്നോട് എന്തോ പിണക്കമുണ്ടെന്ന് മനസ്സിലായി. കാരണം ഒന്നും തന്നെ ഇല്ല എന്നുള്ള സത്യം കൂടെ ഞാൻ പറഞ്ഞു കൊള്ളട്ടെ. അവസാനം വേറൊരു പാസ്റ്ററെ ഞാൻ വിളിച്ചു. ആ ദൈവദാസൻ ഫോൺ എടുത്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ ആ ഒരു മരണഘട്ടത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. കുറേ ദിവസം കഴിഞ്ഞ് ഏതോ ഒരു ഘട്ടത്തിൽ ഈ വ്യക്തിയെ നേരിൽ കാണേണ്ട ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തെ റിമൈൻഡ് ചെയ്തു, പാസ്റ്റർ, ഞാൻ ഇന്ന ദിവസം ഒത്തിരിയും പ്രാവശ്യം 2 ദിവസം അടുപ്പിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, ആ ബ്രദറെ, അത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു മിസ്റ്റർ ദീപുവിൻ്റെ ഫോൺ എടുക്കരുതെന്ന്. ഒന്നുകിൽ ഞാനൊരു മഹാപാപം ചെയ്ത വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ ദൈവം എഴുതിത്തള്ളിയ വ്യക്തിയായിരിക്കണം.
അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞ വ്യക്തിയായിരിക്കണം, അദ്ദേഹത്തിന് ദോഷം ചെയ്ത വ്യക്തിയായിരിക്കണം. ഇതൊന്നും ഞാൻ മനസാ വാച കർമ്മണ ചെയ്തിട്ടില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കരുത്. എടാ, പരിശുദ്ധാത്മാവ് കൊള്ളാമല്ലോ. ഇതുപോലുള്ള പൊട്ടക്കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത് വ്യക്തമായി സംസാരിക്കും. നീ അവൻ്റെ അടുത്ത് പിണങ്ങണമെന്നും, നീ അവൻ്റെ കാല് വാരണമെന്നും, നീ അവനെതിരെ 2 എഴുതണമെന്നും പറയുന്നത് പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ്. പക്ഷെ അതും കിരീടമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞു. ചുമ്മാ തർക്കിക്കുന്നതും ഒരു സംഘടനയെ കുറ്റം പറയുന്നതും മറ്റൊരു വ്യക്തിക്ക് ഇട്ട് കുത്തുകൊടുക്കുന്നതും മറ്റൊരു വ്യക്തിയെ വലിച്ചു കീറി ഒട്ടിക്കുന്നതും പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ്. ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രത്തിന്റെ നിറവും നമ്മുടെ സ്വഭാവവും തമ്മിൽ നമ്മൾ ഒരിക്കലും പൊരുത്തപ്പെടുത്തി നോക്കരുത്. നമ്മുടെ അകത്തുള്ള വസ്ത്രം, സ്പിരിച്വൽ യൂണിഫോം, അത് വെള്ളയായിരിക്കട്ടെ. ഹല്ലേലൂയ. മിസ്റ്റർ ദീപു കൃഷ്ണയുടെ ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞൊരു പരിശുദ്ധാത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഹല്ലേലൂയ. ഇതാണ് നമ്മൾ കണ്ടത്. ഒരു വഴിയാത്രയിൽ ഒരു നല്ല ശമരിയാക്കാരൻ വന്ന് ഒരു രോഗിയെ എടുത്ത്, മുറിവേറ്റവനെ എടുത്ത് വഴിയമ്പലത്തിൽ കൊണ്ടുചെന്ന് രക്ഷ ചെയ്തു. പക്ഷേ നല്ല വസ്ത്രധാരികളൊക്കെ ഇടംബലം നടന്നുപോയി പ്രൈസലോടും ആമയും ഗ്ലോറിയും ഒക്കെ പറഞ്ഞ് ഇടംബലം നടന്നുപോയി ആരാധനാലയത്തിൽ ചെന്ന് ധൂപം കാണിക്കുന്ന ശുശ്രൂഷ ചെയ്തപ്പോ എനിക്ക് അറിഞ്ഞൂടാ അതൊക്കെ ദൈവം കണ്ടോ ഇല്ലയോ കേട്ടോ എടുത്തോ എന്നൊന്നും. പക്ഷെ ഞാൻ പറയുന്നു, ശമരിയാക്കാരൻ ചെയ്ത കാര്യം കർത്താവ് കണ്ടു. പരിശുദ്ധാത്മാവ് ഇവിടെയാ മോനെ ഇരിക്കുന്നേ. ഈ ശമരിയാക്കാരന്റെ ഉള്ളിലാ പരിശുദ്ധാത്മാവ് ഇരിക്കുന്നേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വരുമ്പോ എന്തൊക്കെ തന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് എങ്കിലും തരും. വചനം പറയുന്നു, കൽപ്പിക്കും ചില കാര്യങ്ങൾ. നീ ആസ്യയിൽ വചനം പ്രസംഗിക്കരുത്. ദൈവത്തിന്റെ വചനമാണ്. അതെവിടെ ഇടണമെന്ന് ദൈവം തീരുമാനിക്കും. അത് ദൈവം സംസാരിക്കും, അത് ദൈവം ചെയ്യും. ഞാനത് വിശ്വസിക്കുന്നു. നീ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ചു. മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. ദൈവമക്കളെ, നിങ്ങൾ തലകുത്തി മറിഞ്ഞാലും, നിങ്ങളെടുത്ത ബ്ലാക്ക് ബെൽറ്റ്, നിങ്ങളിനി എത്രയൊക്കെ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ പയറ്റിയാലും ചില കാര്യങ്ങൾ കെട്ടപ്പെട്ട് തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ ബ്ലോക്കായി തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടി ഇല്ലെങ്കിൽ, ഇയാൾ ആദ്യം മുതലൊന്ന് റിവൈൻഡ് ചെയ്യണം. എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് സ്വന്തം ഇച്ഛകളും സ്വന്തം തീരുമാനങ്ങളും സ്വന്തം വാശിയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട്, അപ്പാ, ഞാൻ എടുത്ത തീരുമാനം അങ്ങേക്ക് ഇതം തന്നെ ആന്നോ എന്നൊന്ന് ചോദിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിലക്കും മോളെ, പരിശുദ്ധാത്മാവ് വിലക്കും മോനെ. പരിശുദ്ധാത്മാവ് അരുത് എന്ന് പറയും കുഞ്ഞെ, ചെയ്യരുതെന്ന് പറയും. വചനമാണെങ്കിലും ചിലയിടത്തേക്ക് പുറപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കേട്ടോ. അവൻ തന്റെ വചനം അയച്ച് തന്നെ രോഗികളെ സൗഖ്യമാക്കുന്നു. ആദ്യം രോഗി വിശ്വസിക്കണം വചനം വന്നാൽ സൗഖ്യമാകുന്നു. നമുക്കിങ്ങനെ പറയാം, അവൻ തന്റെ വചനം അയച്ച് തന്റെ രോഗികളെ സൗഖ്യമാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റൂ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ കട്ടിലിൽ കിടക്കുന്ന മനുഷ്യൻ വിശ്വസിക്കണം വരുന്ന വചനം കൊണ്ട് ദൈവത്തിന് എന്നെ സൗഖ്യമാക്കാൻ പറ്റും. നമ്മളടുത്ത് പ്രാർത്ഥിക്കാൻ ചെന്നാലും, വീടിന്റെ അടുത്തൊരു നല്ല ഒരു റിട്ടയർഡ് ഡോക്ടർ ഉണ്ടായിരുന്നു, പുള്ളി ഒന്ന് വന്നായിരുന്നെങ്കിൽ എന്ന് പറയുന്ന അമ്മാമേ നിങ്ങൾ സൗഖ്യമാവത്തില്ല. നിങ്ങൾക്ക് വേണ്ടി ഇനി US നിന്ന് ഡോക്ടറിനെ ഇമ്പോർട്ട് ചെയ്താൽ പോലും നിങ്ങൾ സൗഖ്യമാകത്തില്ല. ഹല്ലേലൂയ. അവൻ തന്റെ ഈ ദൈവവചനം പറയുന്നത് കണ്ണടച്ച് ആത്മാവിൽ ചിന്തിച്ച് വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. അല്ല ആരോ പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്ന് ഇപ്പൊ കുലുക്കി അങ്ങ് ഓപ്പൺ ചെയ്യുമെന്ന്. ദൈവവചനം പഠിപ്പിക്കുന്ന രീതി വേറെയാണ്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, ഈ ഹോളി സ്പിരിറ്റിനെ കുറിച്ച് പഠിച്ചാലും ചിലർക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കേൾക്കുമ്പം ഉറക്കം വരും. പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് കേൾക്കുമ്പം എന്തോ പോലെ തോന്നും. അത്
അതെനിക്കും പറയാൻ അറിഞ്ഞു. അത് വേറൊരു വേൾഡാണ്, അത് വ്യത്യസ്തമായൊരു അനുഭവമാണ്. അവൻ തന്റെ വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കൂ എന്നൊക്കെയുള്ള സത്യമാ. പക്ഷെ രോഗിയും വിശ്വസിക്കണം. കാരണം ദൈവത്തിന്റെ വചനമാണ്. അത് എവിടെയെങ്കിലും കൊണ്ട് ഒതുങ്ങിയിരിക്കട്ടെ, ആവശ്യമുള്ളപ്പോൾ എടുക്കാം. ഈ സാധനമുണ്ട് ഇങ്ങനെ, ഇത് എവിടെയെങ്കിലും ഒതുങ്ങിയിരിക്കട്ടെ, ആവശ്യമുള്ളപ്പോൾ എടുക്കാം. പേടി വരുമ്പോൾ എടുക്കാം. എവിടെയെങ്കിലും യാത്ര പോകുമ്പം ആക്സിഡന്റ് പറ്റുമോ എന്ന് നോക്കാൻ വേണ്ടി. കാരണം ഇത് തുറന്നു കിട്ടുന്ന വചനം പ്രശ്നമുള്ളതാണെങ്കിൽ പേടിക്കും. പിന്നെ പിള്ളേർക്ക് പരീക്ഷ, ഈ പിള്ളേർ ജയിക്കുമോ എന്ന് നോക്കാൻ വേണ്ടി എടുക്കാം. ജോലി കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി എടുക്കാം. ഈ തുറന്നു നോക്കി ചീട്ടിടുന്ന പരിപാടിയുണ്ട്. ഇത് അതിനുള്ള സാധനം അല്ല എന്ന് ഞാൻ ഇപ്പോഴേ പറയുക. ഇത് എവിടെയും ദൈവം എടുത്തെറിയുന്ന സാധനമൊന്നുമല്ല. ഇത് എറിയാൻ ദൈവത്തിന് സ്ഥലമില്ലാഞ്ഞിട്ടുമല്ല. ആ പുസ്തകത്തിന് ഒരു ഭയങ്കര വിലയുണ്ട്. വിലയേക്കാൾ വിലയുണ്ട് ആ പുസ്തകത്തിന്. അതിനെ അതിൻ്റെതായ രീതിയിൽ വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ, കൺസിഡർ ചെയ്യാൻ. ബൈബിൾ പറയുന്നു, ഞാൻ പറയുന്നു, വചനം പറയുന്നു. ദൈവത്തിന്റെ വചനം ഇറങ്ങിയാൽ കാര്യം നടക്കും. പക്ഷെ ഒരു കാര്യം, ആ വചനം എവിടെ വീഴണമെന്ന് ദൈവം തീരുമാനിക്കും. നല്ല നിലത്തെ വചനം വീഴാൻ പാടുള്ളൂ. ദൈവം അങ്ങനെ ചെയ്യൂ. കാരണം കർത്താവിനൊരു കാര്യം അറിയാം, പറവ കൊത്തിയെടുത്തുകൊണ്ട് പോകുമെന്ന്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ചുമ്മാ പറവയ്ക്ക് കൊത്താൻ ദൈവം ഇടാറില്ല. ഇപ്പോൾ ദൈവത്തിന്റെ വചനം പറവയ്ക്ക് കൊത്താൻ ഇടാറില്ലെന്നേ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, വിലക്കി യേശുവിന്റെ ആത്മാവ് എന്നെ സമ്മതിച്ചില്ല. ചില കാര്യങ്ങൾ സംഭവിക്കത്തില്ല കുഞ്ഞെ. എത്ര ഫാസ്റ്റിംഗ് പ്രയർ എടുത്താലും ചില കാര്യം നടക്കത്തില്ല. ദൈവഹിതാണോ എന്ന് ചോദിക്കുക. ചില യാത്രകൾ നടക്കത്തില്ല. ദൈവഹിതാണോ എന്ന് ചോദിക്കുക. ദൈവത്തോട് ചോദിക്കണം കേട്ടോ. ദൈവത്തോട് ചോദിക്കണം. മനുഷ്യരോട് പോയി ആലോചന ചോദിക്കരുത്. ദൈവത്തോട് ചോദിക്കണം. ചില കാര്യങ്ങളുടെ തുടക്കങ്ങൾ നടക്കില്ല. ചില കാര്യങ്ങൾക്കുള്ള ഒരു സ്റ്റാർട്ടപ്പ് നടക്കില്ല. ചോദിക്കുക ദൈവത്തോട്. ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കാത്തതുകൊണ്ട്, സാത്താന്റെ ആത്മാവ് അനുവദിക്കാത്തതുകൊണ്ട്. ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കാത്തതുകൊണ്ട് അത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. അല്ല, ദൈവത്തിന് താങ്കളോട് അസൂയ ഉണ്ടായിട്ടല്ല. ദൈവത്തിന് താങ്കളോട് അസൂയ ഉണ്ടായിട്ടല്ല, മക്കളോട് അസൂയ ഉണ്ടായിട്ടല്ല, നിങ്ങൾ നന്നാവുന്ന ദൈവത്തിന് കണ്ടുകൂടാഞ്ഞിട്ടല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവോ അനുവദിച്ചില്ല. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? അപ്പോസ്തലൻ ശ്രമിച്ചു ബിഥുന്യയിലൂടെ പോകാൻ, ബിഥുന്യയ്ക്ക് പോകുവാൻ. മുസ്യയിൽ അവിടുന്ന് ബന്ധപ്പെട്ട് മുസ്യയിലെത്തി. അവിടുന്ന് ബിഥുന്യയ്ക്ക് പോയി അവിടെ ഒന്ന് ശുശ്രൂഷിച്ചേച്ചു പോകാം. യേശുവിന്റെ ആത്മാവോ അനുവദിച്ചില്ല. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തു തരുന്ന ഹോളി സ്പിരിറ്റിനെ നമുക്ക് അറിയത്തുള്ളൂ. റൂട്ട് ബ്ലോക്ക് ചെയ്യുന്ന ഹോളി സ്പിരിറ്റ് ഉണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും സാങ്ഷൻ ചെയ്തു തരുന്ന ഹോളി സ്പിരിറ്റിനെ അറിയത്തുള്ളൂ. ചില കാര്യങ്ങൾ തടഞ്ഞു വെക്കുന്ന ഹോളി സ്പിരിറ്റ് ഉണ്ട്. കാരണം നിന്നെ എവിടെ അയക്കണമെന്ന്, നിന്നെ ആരുടെ മുമ്പിൽ നിർത്തണമെന്ന്, നിന്നെ എന്താക്കി തീർക്കണമെന്ന്, നീ ഭാവിയിൽ ആരാകണമെന്ന്, നിങ്ങളുടെ പേരെങ്ങനെ അറിയപ്പെടണമെന്ന്, നിങ്ങൾ എങ്ങനെ ശോഭിക്കണമെന്ന് ഓൾറെഡി ഈ സ്പിരിറ്റ് പ്ലാൻഡ് ആണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ വിലക്കും പൊട്ടിച്ചു പോയിട്ടുള്ളവരാണ് നാശത്തിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ അവർ ദൈവാലോചന ചോദിക്കുന്നത് അവിടെ കിടന്ന് കയ്യും കാലൂട്ട് അടിക്കുമ്പോഴാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എനിക്ക് ഒന്ന് രണ്ട് കാര്യം കൂടെ പറയണമെന്നുണ്ടായിരുന്നു, ഞാനത് അവിടെ നിർത്തുക. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യം. സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ, ഞാൻ 10ഉം 11 കൂടെ ചേർത്ത് വായിക്കാം, അതാണ് കുറച്ചുകൂടി ഒരു ഭംഗി. 10ഉം 11. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 10ഉം 11ഉം വാക്യങ്ങൾ. മറ്റൊരുത്തന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താൻ ഇച്ഛിക്കും പോലെ അവനവൻ അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ വരങ്ങളെ പങ്കിട്ട് തരും. ഞാൻ ഇതോടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോവാം. ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ
വരങ്ങൾ പങ്കിട്ട് തരും. ഒന്ന് പറഞ്ഞേ, വരങ്ങൾ പങ്കിട്ട് തരുന്ന പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ. ഓ റാസിഖാമാനാബ, വരങ്ങൾ പങ്കിട്ട് തരും. ഞാനതിൻ്റെ 7 മുതൽ ഞാൻ വായിക്കുകയാണ്. ഒന്നും കൂടെ 7 മുതൽ ഞാൻ വായിക്കുകയാണ്. എന്നാൽ ഓരോരുത്തന് ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ഞാനവിടെ നിൽക്കുക. ഹോളി സ്പിരിറ്റ് ജീവിതത്തിൽ വന്നാൽ എന്ത് നടക്കുമെന്നാ പറഞ്ഞ് ഒരു പ്രകാശനം ഉണ്ടാവും. ഒരു പ്രകാശനമുണ്ടാകും. ടു ഈച്ച് ഈസ് ഗിവൺ ദി മാനിഫെസ്റ്റേഷൻ ഓഫ് ദി സ്പിരിറ്റ് ഫോർ ദി കോമൺ. മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാവും. അർത്ഥം ഇതാണ്, പുറത്ത് കാണത്തക്ക രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാകും. മാനിഫെസ്റ്റേഷൻസ്. മറ്റൊരു വ്യക്തിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇവൻ ആ പരിശുദ്ധാത്മാവിലുള്ളതോ ഇവൻ അല്ലാത്ത ആത്മാവിലുള്ളതോ. താങ്കൾ എന്ന വ്യക്തിയെ വ്യക്തമായി അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റും നിങ്ങളിൽ ഇരിക്കുന്നത് പരിശുദ്ധാത്മാവോ നിങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാത്ത ആത്മാവോ എന്ന്. ഭയങ്കരമായിട്ട് വ്യാജം ചെയ്യും സാത്താൻ. നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ തന്ത്രങ്ങളാണ് സാത്താന്റെ കയ്യിലുള്ളത് മുഴുവനും. പക്ഷെ തിരിച്ചറിയണം, ആ പ്രകാശനം എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരുത്തൻ ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനവും മറ്റൊരുത്തൻ അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിന്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുത്തന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവൻ ആത്മാക്കളുടെ വിവേചനം, വേറൊരുത്തന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് തനിച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ. ഞാനൊരു ദൈവശബ്ദം അറിയിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നാൽ ഇതൊക്കെ ഒരു വ്യക്തിക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും. ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതൊക്കെ എൻ്റെ മേൽ പകരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് എന്നെ സമർപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നാൽ നടക്കുന്ന ഗിഫ്റ്റുകൾ മാത്രമല്ല ഈ വാക്യത്തിനകത്ത് കിടക്കുന്നത്, പ്രവൃത്തികളും കൂടെ കിടക്കുന്നുണ്ട്. രോഗശാന്തികൾ നടക്കും, വ്യാഖ്യാനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും, പുതിയ ഭാഷകൾ വെളിപ്പെടും, ഭൂതങ്ങൾ പുറത്തേക്ക് പോകും, ജ്ഞാനം വെളിപ്പെടും, വിസ്ഡം. അപ്പോൾ ഹോളി സ്പിരിറ്റ് വിസിറ്റേഷനിൽ, പരിശുദ്ധാത്മാവിന്റെ സന്ദർശനത്തിൽ ഒന്നാമത് പറയുന്നു മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകും. ഞാൻ ഇങ്ങനെ ഒരു ദൂത് പറയാം. ഈ ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ഭവനങ്ങൾക്കകത്ത്, ജീവിതത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, ഓഫീസിൽ മാനിഫെസ്റ്റ് ചെയ്താൽ ബാക്കി അവിടെ മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സകല ഡീമൺ സ്പിരിറ്റുകൾ എന്നേക്കുമായി റദ്ദ് ചെയ്യപ്പെടും. ഹോളി സ്പിരിറ്റ് മാനിഫെസ്റ്റേഷൻസ് ഇന്നുണ്ടാകും. ഹോളി സ്പിരിറ്റ് മാനിഫെസ്റ്റേഷൻ ഇന്നുണ്ടാകും. എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് താനിച്ഛിക്കും പോലെ. ഇത് ദൈവത്തിന്റെ ഒരു ഭയങ്കര ആഗ്രഹത്തെ കുറിച്ച് ഇവിടെ പറയുന്നത്. കർത്താവിന്റെ ഭയങ്കര ഒരു ആഗ്രഹത്തെ കുറിച്ചാണ് പറയുന്നത്. താൻ ഇച്ഛിക്കും പോലെ. ഇന്ന് ദൈവം താങ്കളെ നോക്കി ഇച്ഛിക്കുകയാണ്. ഇതൊക്കെ ഒന്ന് നിങ്ങളുടെ മേൽ വന്നെങ്കിൽ. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കയറാൻ? എത്ര ദൈവമക്കൾ ആഗ്രഹിക്കുന്നു? കാരണം പരിശുദ്ധാത്മാവ് വന്നാൽ നമ്മൾ പറഞ്ഞു, ഒന്ന്, ദൈവത്തിന്റെ കാര്യങ്ങളെ ആരായും. 2, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നാൽ, ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മളോട് സംസാരിക്കും. 3, ഹോളി സ്പിരിറ്റ് നമ്മുടെ ലൈഫിൽ വന്നാൽ പക്ഷപാതം ചെയ്യും. 4, ഹോളി സ്പിരിറ്റ് നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മളൊരു സാക്ഷിയായി മാറും. 5, ഹോളി സ്പിരിറ്റ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നാൽ നമ്മളോട് ഡിമാൻഡ് ചെയ്യും, നമ്മളോട് കൽപ്പിക്കും. അത് ചെയ്യുന്നും അത് ചെയ്യരുത് എന്നും കൽപ്പിക്കും. 6, ഹോളി സ്പിരിറ്റ് നമ്മുടെ ലൈഫിലേക്ക് വന്നാൽ നമ്മുടെ മേൽ വരങ്ങളെ പകുത്തു തരും. ദ ലാസ്റ്റ് വൺ, പരിശുദ്ധാത്മാവ് നമ്മുടെ ലൈഫിൽ വന്നാൽ അവൻ നമ്മെ വേലയ്ക്കായിട്ട് അയക്കും, തൻ്റെ വേലയ്ക്കായിട്ട് അയക്കും. താങ്കൾ അതിന് കൊതിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലിരുന്ന് ആ വേല ചെയ്യാൻ കർത്താവ് നിന്നെ അനോയിന്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമ്മെ അവൻ അയക്കും. ഇന്ന് കൊതിക്കുന്ന, ഇതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന
ദൈവമക്കൾക്കായി ഞാനും പ്രാർത്ഥിക്കാൻ പോവാണ്. അങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കയറാൻ, ഓ താങ്ക് യു ജീസസ്, അങ്ങനെ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കയറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നിങ്ങളെ തന്നെ കർത്താവിൻ്റെ കയ്യിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവേ എൻ്റെ ജീവിതത്തിലേക്ക് വരയണമേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പറയുന്നു, ഇന്ന് ദൈവാത്മാവ് നിന്റെ മേൽ വന്നാൽ പല കാര്യങ്ങളും നടക്കും, പല കാര്യങ്ങളും നടക്കും. പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുക. ചിലരുടെ നിൽക്കുന്ന സ്ഥലം പോലും മറന്ന് ഇന്ന് ആത്മാവ് നിന്നെ താൻ ആഗ്രഹിക്കുന്ന അളവിലേക്ക് ചിലപ്പോ ഒന്ന് പിടിച്ചിടാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ മർത്യ ബലം അതിന് തടസ്സമാകരുത്. നിന്റെ രട്ടഴിച്ച് ഉല്ലാസഘോഷം നിന്നെ അണിയിക്കുന്ന ആത്മാവായത്. നിന്റെ രട്ടിന്റെ അനുഭവങ്ങളെ അഴിച്ച് വെണ്ണീറിന്റെ അവസ്ഥകളെ മാറ്റി നിന്റെ ജീവിതത്തെ പുതുക്കുന്ന സമയമായത്. പ്രേ 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 ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ കാണുന്നുണ്ട് പലരും ആത്മശക്തിയിൽ ആരാധിക്കുന്നതും നിറയുന്നതും. ഇതതിൻ്റെ ഒരു പൂർണ്ണതയുടെ ടൈമാണ്. The God is near to you. പരിശുദ്ധാത്മാവ് നിങ്ങൾ ഇരിക്കുന്ന നിന്റെ കൂടെ ചേർന്ന് നിൽക്കുക. ഓ, ഞാൻ കാണുന്നു പലരെയും ആത്മാവ് തൊടുന്നത്. Thank you Jesus. Yes, fill with the power. Fill. Ribanama Shantaralaba. Thank you Jesus. Thank you Jesus. Thank you Jesus. Thank you Jesus. Hey Washiba Kalaba. Ridama Sikeyam Tubalaraba. Shaidaraba. നിറയട്ടെ. ഇത് വിശ്വസിക്കുന്നവരെ നിറയ്ക്കുന്ന സമയമാണ്. വിശ്വസിക്കുന്നവരെ നിറയ്ക്കുന്ന സമയമാണ്. വിശ്വസിക്കുന്നവരെ നിറയ്ക്കുന്ന സമയമാണ്. റാൽബ്ര സിയാന്ത ലഗതബ സിയാന്ത ബ്രിഗതബ ശബ്ദന അൽകുന ഹദുനി ഹിദമ. ദൈവഹിതം ചോദിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ചില വിഷയങ്ങളിൽ ദൈവഹിതം ചോദിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഇന്ന് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ സന്ദർശനമുണ്ടാകും. നിന്നോട് ദൈവം സംസാരിക്കും. നിന്നോട് ദൈവം സംസാരിക്കും. Yes. Oh Jesus name. പ്രാർത്ഥിക്കുക. ഭയങ്കര ദൈവ തേജസ് വെളിപ്പെടുന്നു. കാരണം ഈ പറഞ്ഞ വചനങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ളതാ. ഈ പറഞ്ഞതായ വചനങ്ങളൊക്കെ ചിലരുടെ ജീവിതത്തിൽ വരങ്ങൾ പകുത്ത് കിട്ടാൻ ആമേൻ 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 വിസ്ഡം നിനക്ക് തുറന്നു വരുവാൻ, നിന്നോട് സംസാരിക്കുവാൻ, നിനക്ക് ദൈവകാര്യങ്ങളെ ആരാഞ്ഞറിയുവാൻ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇതാ നിനക്ക് വേണ്ടി ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ്. പ്രാർത്ഥിക്കാം. Oh Jesus name. Miracle Kesiantharaba. ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നു. അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ആമേൻ. ഒരു അസാധാരണമായ സ്വർഗീയ സ്വസ്ഥത ചില ഹൃദയങ്ങൾക്കകത്തേക്ക് പ്രവേശിക്കുകയാണ്. അത്ഭുതകരമായ സ്വർഗീയ സ്വസ്ഥത നിന്റെ ജീവിതത്തിന്റെ സ്വൈര്യം നഷ്ടപ്പെടുത്തുന്ന, സമാധാനം നഷ്ടപ്പെടുത്തുന്ന, മക്കളുടെ സ്വഭാവത്തെ പോലും തിരിച്ചു കളയുന്ന ദുഷ്ടശക്തികളെ നിന്റെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റി പുതിയ തിരിവുകൾ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പരിശുദ്ധാത്മാവ് ആ തിരുവിതിനകത്ത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വ്യക്തികളുടെ യാത്രകളിൽ വ്യത്യാസം വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വ്യക്തികളുടെ പർപ്പസിൽ വ്യത്യാസം വരും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ വ്യക്തികളുടെ വിലയിൽ വ്യത്യാസം വരും.
അതാ അപ്പോസ്തല പ്രവൃത്തികൾ പറയുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പിന്നെ സഞ്ചരിക്കുന്ന സ്ഥലം പ്രവചിക്കാൻ പോലും കഴിയത്തില്ല. ഓ റബശമ്മ, എവിടെയെങ്കിലും മാർഗതടസ്സമായി നിൽക്കുന്നവരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, യാത്രയിൽ തടസ്സങ്ങൾ നേരിടുന്നവരുണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവിന്ന് വെളിപ്പെട്ടാൽ നീ പോകുന്ന സ്ഥലം പ്രവചിക്കാൻ പോലും കഴിയാത്ത പോലെ, നീ ചെന്ന് കയറുന്ന സ്ഥലം പ്രവചിക്കാൻ പോലും കഴിയാത്ത പോലെ, നിന്നെ കൊണ്ട് നടക്കുന്ന കാര്യം പ്രവചിക്കാൻ പോലും കഴിയാത്ത പോലെ ദൈവം തിരിക്കും സാഹചര്യങ്ങൾ. നീ ഇപ്പൊ ഒരു വീടിനകത്ത് തളയ്ക്കപ്പെട്ടു പോയ ഒരു അനുഭവത്തിലായിരിക്കാം. പക്ഷേ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാൽ നിനക്ക് പുറപ്പാടുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ ജീവിതത്തിൽ വന്നാൽ നിന്റെ പർപ്പസ് ദൈവം വെളിപ്പെടുത്തും. യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എൻ അന്ത്യം വരെ, പ്രിയനേ വേണം, യേശു വേണം എൻ ജീവിതത്തിൽ, യേശു വേണം ഓരോ നിമിഷവും, യേശു വേണം എൻ അന്ത്യം വരെ, പ്രിയനേ വേണം. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ എന്നിലേക്ക് വരിക. കം ഹോളി സ്പിരിറ്റ്, വരിക പരിശുദ്ധാത്മാവേ എന്റെ ജീവിതത്തിലേക്ക്, എന്റെ ഫാമിലിയിലേക്ക്, എന്റെ ലൈഫിലേക്ക് വരിക പരിശുദ്ധാത്മാവേ. പറയ, നിന്റെ ഡ്രൈനെസ് ആയിരിക്കുന്ന ലൈഫാണോ? ആ പഴയ പ്രാർത്ഥനയില്ലാത്ത, സ്നേഹമില്ലാത്ത, അലിവില്ലാത്ത ഡ്രൈ ലാൻഡിലേക്ക് ഇൻവൈറ്റ് ഹിം. അവനെ ക്ഷണിക്കുക. വിളിക്ക് പരിശുദ്ധാത്മാവേ എന്ന്, വരിക പരിശുദ്ധാത്മാവേ എന്ന്. അവൻ വന്നാൽ നിന്നെ ശുദ്ധീകരിക്കും, നിന്നെ ആള് മാറ്റും, നിന്റെ നിലവാരം മാറ്റും, ജീവിതം മാറ്റും. ഓ ഷൈമരാബൗഷദേരി ലാംദേരി ആൽവുദരേ ജഗസീസ്. പ്രാർത്ഥിക്കുക. പലരുടെ മേലും കർത്താവ് ഇപ്പൊ തൊട്ടുകൊണ്ടിരിക്കുക. പലരെയും തൊടുക, പലരെയും തൊടുക. ഇന്നത്തെ മീറ്റിംഗ് ഭയങ്കര വ്യത്യസ്തമാകുന്ന നിലകളിൽ പരിശുദ്ധാത്മ സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യം ഇതിനകത്ത് ഒത്തിരി ശബ്ദം കാണത്തില്ല, ബഹളം കാണത്തില്ല. പക്ഷേ ആത്മാവ് വരുന്നത് അങ്ങനെ. കർത്താവിന്റെ സമയം കള്ളനെ പോലെ വരുന്നേ. ഓ, നിന്റെ വീട് തേടി ദൈവത്തിന്റെ ആത്മാവ് വരുന്നു. മക്കളെ, നിന്റെ വീട്ടിൽ വരാൻ കൂടപ്പിറപ്പ് പോലും തയ്യാറല്ലാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ദൈവശബ്ദം നിന്നോട് സംസാരിക്കുന്നു. നിന്റെ വീട് തേടി കൂടപ്പിറപ്പുകൾ പോലും വരാതിരിക്കുമ്പോൾ, ഉറ്റവരും ഉടയവരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പോൾ, ഇന്ന് പരിശുദ്ധാത്മാവ് നിന്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു. സക്കായിയെ, നിന്റെ വീട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നു. സക്കായിയെ, നിന്റെ വീട്ടിൽ നിന്നോടുകൂടെ ഇരിപ്പാൻ ആഗ്രഹിക്കുന്നു. സക്കായിയെ, നിന്നെ ഒന്ന് അവന്റെ അടുത്ത് കിട്ടിയാൽ മതി. താങ്കളെ ഒന്ന് അവന്റെ അടുത്ത് കിട്ടിയാൽ മതി. താങ്കളെ ഒന്ന് അവന്റെ അടുത്ത് കിട്ടിയാൽ മതി. വരിക പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക. പിതാവേ, ഞാൻ ഈ ജനത്തെ മുറ്റുമായി ഞങ്ങളുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്നു. കൊതിക്കുന്നവരുണ്ടോ? ഈ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? പുതുഭാഷകളിൽ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? നിന്റെ നാവിനെ പരിശുദ്ധാത്മാവ് തൊടുന്നു. എനിക്ക് ജ്ഞാനം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? എനിക്ക് വിസ്ഡം വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? എനിക്ക് ദൈവശക്തി വർദ്ധിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ മൂടുക. Oh, Jesus' name. Oh, Ramashandane. Lamzadheriye. Rimanashe. Rigasiyandane. Shakatalaba. ഒന്ന് ഹൃദയം സമർപ്പിക്കാമോ?
ഹൃദയം സമർപ്പിക്കാമോ? വിട്ടുകൊടുക്കാമോ? പരിശുദ്ധാത്മാവേ, നമ്മൾ ഈ ദൈവത്തെ കൂടെ നിർത്തിയിട്ട് എത്ര പേരെ കൂടെ കൂട്ടി? എത്ര പേരെ കൂടെ കൂട്ടി? പരിശുദ്ധാത്മാവുമായി ഒരു ബന്ധവും ഇല്ലാത്ത വ്യക്തികളെ പോലും നമ്മുടെ കൂടെ കൂട്ടി. എന്റെ ചോദ്യം ഇതാണ്, അവർ കൂടെ കൂടിയപ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടോ? പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ ഉണ്ടോ? ഹോളി സ്പിരിറ്റ് നിന്റെ കൂടെ ഉണ്ടോ? എന്നാലൊന്ന് പറഞ്ഞേ, എനിക്കങ്ങ് വേണം, എനിക്കങ്ങ് വേണം. അങ്ങയുടെ കൂട്ടായ്മ എനിക്ക് വേണം, അങ്ങയുടെ കാവൽ എനിക്ക് വേണം, അങ്ങ് എൻ്റെ കൂടെ വേണം, അങ്ങ് എനിക്ക് വേണം. ഒന്ന് പറഞ്ഞേ. സ്വന്തമാക്കാൻ വില കൊടുക്കണ്ട കേട്ടോ. നീ കാശ് മുടക്കണ്ട, നീ കാശ് മുടക്കണ്ട. ഈ പരിശുദ്ധാത്മാവ് ഫ്രീയാ. ഈ പരിശുദ്ധാത്മാവ് വിശ്വസിക്കുന്നവരിലേക്ക് ഒഴുകുന്ന ജീവജല നദിയാ. ഇത് ഫ്രീയാ. പലരുടെയും പ്രാർത്ഥനയ്ക്ക് പോലും ഫീസാണ്. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് ഫ്രീയാണ്. നിന്റെ ജീവിത സാഹചര്യങ്ങളിലേക്ക് വിളിക്ക്, നിന്റെ ഹൃദയത്തിലേക്ക് വിളിക്ക്. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. എന്നിൽ വസിക്കും നല്ലാത്മാവേ, എന്നെ നടത്തും ദൈവാത്മാവേ. എന്നോടു മിണ്ടും, എൻ കൂടെയിരിക്കും, എന്നോടു മിണ്ടും, എൻ കൂടെയിരിക്കും. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. നല്ല സഖിയേ, നല്ല തുണയേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിൻ കൂട്ടായ്മ വേണം, പരിശുദ്ധാത്മാവിൻ കാവൽ വേണം, പരിശുദ്ധാത്മാവൻ കൂടെ വേണം, പരിശുദ്ധാത്മാവേ. ലോർഡ്, ഇന്ന് ഞങ്ങൾ ഈ ദാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക. ഇത് ഞങ്ങൾ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ മേൽ അതിന്റെ അളവ് വർദ്ധിക്കട്ടെ. വിശ്വസിക്കുന്നവരുടെ മേൽ അതിന്റെ പകർച്ചകൾ ഉണ്ടാകട്ടെ. കൊതിക്കുന്നവരുടെ മേൽ അതിന്റെ പ്രവേശനം ഉണ്ടാകട്ടെ. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി നന്ദി. മഹത്വം മുഴുവനും അങ്ങേക്ക്, യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വലിയ കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ എല്ലാം ഞങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ നിങ്ങളുടെ അനുഭവങ്ങളെ, സാക്ഷ്യങ്ങളെ, ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ കൂടെ നിങ്ങൾ അറിയിച്ചാട്ടെ. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഞങ്ങളുടെ മീറ്റിംഗ് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും ഇതേ ചാനലിൽ ദൈവകൃപയാൽ മാറ്റമില്ലാതെ നടന്നു വരുന്നു. തുടർച്ചയായി എല്ലാ ദിവസവും നടക്കുന്ന ഈ മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കുചേർന്നാട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവം കർത്താവ് കൊണ്ടുവരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധിയോടെ, ആത്മാവിൻ്റെ സമൃദ്ധിയോടെ
പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നടത്തട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്ത സകല ദൈവമക്കളോടും ഇന്ന് കേട്ട് അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തിനോടും നാം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളോടും ഇപ്പോഴും എപ്പോഴും അരുമനാഥൻ്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തു മൂലം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.